കോൺഗ്രസിന്റെ പ്രതിനിധി ബി റെജിയിലേക്കാണ്. അതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് റിട്ടയർഡ് SP-യിലേക്ക് കൂടി വരേണ്ടതുണ്ട്. ആദ്യം ശ്രീ റെജി, ഇപ്പോൾ BJP-യുടെ പ്രതിനിധി ചൂണ്ടിക്കാണിച്ചതുപോലെ ചില കാര്യങ്ങളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം. രാഹുൽ മാങ്കൂട്ടത്തിൽ ആരാണ് രാഹുലിനെ പാലക്കാട് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത് എന്ന് നമുക്കറിയാം. KC വേണുഗോപാൽ ഭയപ്പെടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ. അതുപോലെ VD സതീശന് ഭയമാണ്, താഴോട്ടുള്ള എല്ലാ നേതാക്കൾക്കും ഭയമാണ്. അങ്ങനെ വലിയൊരു ശക്തിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കുമ്പോൾ, നിങ്ങൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്നൊക്കെ പുറത്താക്കി എന്ന് പറയുമ്പോൾ പോലും വനിതാ നേതാക്കൾ അടക്കമുള്ള ആളുകൾ രാഹുലിന് വലിയ പിന്തുണയുമായി സൈബർ ഇടത്തിൽ വരികയാണ്. ഈ സുപ്രീം കോടതി അഭിഭാഷക ദീപ ജോസഫ് പറയുന്നതനുസരിച്ചാണെങ്കിൽ അർത്ഥശൂന്യമായ ജീവിതത്തേക്കാൾ അർത്ഥവത്തായ മരണമാണ് അഭികാമ്യമെന്നൊക്കെ ആപ്തവാക്യം ഫേസ്ബുക്കിന്റെ പേജിലൊക്കെ എഴുതി വെക്കുന്ന ആൾ ഈ വിഷയത്തിൽ എടുത്ത നിലപാട് എന്താണ്? സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷയൊരുക്കുന്ന സംവിധാനം കോൺഗ്രസ് ആണ് എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഈ കുട്ടിയുടെ വേദന ഉൾക്കൊള്ളാനാകാതെ സൈബർ ഇടത്തിൽ വന്ന് വനിതാ നേതാക്കൾ തന്നെ ഈ പെൺകുട്ടിയെ അതിരറ്റ് അവഹേളിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. അതിൽ കേസും വരികയാണ്. എങ്ങനെയാണ് ഈ രാഹുൽ ഇത്ര വലിയ സ്വാധീനം ഈ പാർട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്? നോക്കൂ, രാഹുൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നിയമപരമായിട്ട് ലഭിക്കാനുള്ള സംശയമുണ്ടോ? ഇപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ ഇപ്പോഴും താങ്കൾക്ക് അതിൽ സംശയമുണ്ടോ? അല്ല, അത് നിയമപരമായിട്ടുള്ള നടപടികൾ നടക്കുകയാണല്ലോ. ഒരാളെ നമ്മുടെ സമൂഹത്തിൽ കുറ്റവാളിയാക്കുന്നതിന് ഇവിടെ നമ്മുടെ നിയമ സംവിധാനങ്ങളുണ്ടല്ലോ, അത് അതിന്റെ വഴിക്ക് പൊക്കോട്ടെ. ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം സ്ത്രീ സുരക്ഷയ്ക്കും സ്ത്രീകളുടെ ഉന്നമനത്തിനും സ്ത്രീ സമത്വത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും വേണ്ടി എക്കാലവും നിലകൊണ്ടിട്ടുള്ള ഒരു പാർട്ടിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ അനാവശ്യമായിട്ട് രാഷ്ട്രീയ വിവാദത്തിലേക്ക് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ വലിച്ചിടാൻ വേണ്ടിയാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ എതിരാളികൾ സമർത്ഥമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കൂ, പത്തനംതിട്ടയിലെ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് രഞ്ജിത പുളിക്കൻ. ഈ പെൺകുട്ടിയെ അവഹേളിച്ച് എത്ര തവണയാണ് ഫേസ്ബുക്കിൽ സമൂഹ മാധ്യമത്തിലൊക്കെ പോസ്റ്റ് ഇടുന്നത്? അതിലെവിടെയാണ് സ്ത്രീ ശാക്തീകരണം? അവരെ പോലെ തന്നെ ഒരു സ്ത്രീയല്ലേ, ഒരു പെൺകുട്ടിയല്ലേ? അതിജീവിതയെ അവഹേളിക്കുന്ന ഏത് തരത്തിലുള്ള നടപടിയോടും കോൺഗ്രസ് പ്രസ്ഥാനം യോജിക്കത്തില്ല എന്ന് അതിന്റെ നേതാക്കൾ സമുചിതമായി നമ്മുടെ മാധ്യമങ്ങളോട് പ്രഖ്യാപിച്ചിട്ടുള്ളതല്ലേ, കേരളീയ സമൂഹത്തോട് പ്രഖ്യാപിച്ചിട്ടുള്ളതല്ലേ. ഇവിടെ ബഹുമാനനായ ശ്രീ നന്ദു, BJP-യുടെ പ്രതിനിധി, അദ്ദേഹം വളരെ ഘോരമായി ദീർഘമായി കോൺഗ്രസ് പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുവാനോ അല്ലെങ്കിൽ അതെന്തോ വളരെ മോശമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്നൊക്കെ സ്ഥാപിക്കാൻ ഇവിടെ ശ്രമിച്ചു. കോൺഗ്രസ് പാർട്ടി പ്രചരണത്തിനായി വീടുകളിൽ കയറുമ്പോൾ ആളുകൾ അവരെ സ്വീകരിക്കത്തില്ല, നിരാകരിക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെച്ചു. നോക്കൂ, തിരുവനന്തപുരം ജില്ലയിലെ അങ്ങയുടെ ജില്ലയിൽ തന്നെയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം ചെന്നപ്പോൾ ഒരു BJP ഒരു അനുഭാവി ഒരു വീട്ടമ്മയെ കയറി പിടിച്ച വാർത്തയൊക്കെ പത്രമാധ്യമങ്ങളിൽ വന്നത്. അതുപോലെ ഇത് നോക്കൂ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ ശ്രീലേഖ IPS ഒരു പോസ്റ്റ് ഇട്ടതും അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതല്ല എന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇതൊക്കെ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലെ ചിലർ നടത്തുമ്പോൾ അവരതിൽ ഉൾപ്പെടുമ്പോൾ ഇതിൽ കോൺഗ്രസ് ഒന്നാകെ ഇതിൽ പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പൊതുസമൂഹത്തിന്റെ മുമ്പാകെ ഒരു വല്ലാത്ത പ്രതിച്ഛായ സൃഷ്ടിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുവെങ്കിൽ അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് കോൺഗ്രസിന്റെ മാത്രമല്ല, സമൂഹത്തിലെ മൊത്തത്തിലുള്ള മൂല്യച്യുതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുന്നത്. നോക്കൂ, കർണാടകത്തിലെ മുൻ മുഖ്യമന്ത്രിയായ യെദ്യൂരപ്പ, അദ്ദേഹം പോക്സോ കേസിലെ പ്രതിയാണ്. കഴിഞ്ഞ ചർച്ചയിൽ തന്നെ അത് വളരെ കൃത്യമായി പറഞ്ഞതല്ലേ, എല്ലാവർക്കും എതിരെ പരാതി കൊടുക്കുന്ന 72 നേതാക്കൾക്കെതിരെ പരാതി കൊടുക്കുന്ന ആ പരാതിയിൽ ഒരു കഴമ്പുമില്ല എന്ന് പറഞ്ഞ് അത് ഫയൽ മടക്കിയ കേസാണ് താങ്കൾ ഇപ്പോഴും യെദ്യൂരപ്പയുടെ പേരിൽ ഇങ്ങനെ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, നോക്കൂ, ബ്രിജ്ഭൂഷന്റെ കാര്യമോ ഞാൻ പറയുന്നത് ആരെങ്കിലും പരാതി കൊടുത്തോ? പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ടോ? ബ്രിജ്ഭൂഷണെതിരെ ആരെങ്കിലും പരാതി കൊടുത്തിരുന്നോ? താങ്കൾ ന്യായം വെച്ചുകൊണ്ടാണെങ്കിൽ നോക്കൂ, ഇന്ത്യയിലെ ഭരണകക്ഷിയായ BJP-യുടെ ഒരു ഡസൻ ആളുകളെങ്കിലും ഇത്തരത്തിലുള്ള ഞാൻ ഒരു മിനിറ്റ് താങ്കൾ എനിക്കൊരു 30 സെക്കൻഡ് വഴങ്ങണം. താങ്കൾ വളരെ ബഹുമാന്യനായിട്ടുള്ള എൻ്റെ ഒരു പാനലിസ്റ്റാണ്.
അപ്പോൾ അദ്ദേഹത്തിനോട് താങ്കളോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, താങ്കൾക്ക് എങ്ങനെയാണ് ഈ പറയുന്ന താങ്കളുടെ തന്നെ വാക്കുകൾ ഉപയോഗിച്ചതുപോലെ മൂല്യച്യുതി സംഭവിച്ചിട്ടുള്ള, താങ്കളുടെ വാക്ക് കടമെടുത്താണ് പറയുന്നത്, മൂല്യച്യുതി സംഭവിച്ചിട്ടുള്ള ഈ ആളിനെ, നേരത്തെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വാക്കുകൾ കൂടി കടമെടുത്തു കഴിഞ്ഞാൽ ഈ നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറും എന്നുള്ള നിലയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ താങ്കൾ എന്തിനാണ് ഇങ്ങനെ വയ്യാതെ ബന്ധപ്പെട്ട് ചുമക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് താങ്കൾ കോൺഗ്രസ് പാർട്ടിയുടെ ഐഡിയോളജിയിലാണ് താങ്കൾ വിശ്വസിക്കുന്നത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു മിനിറ്റ്. അതായത് ഈ മൂല്യച്യുതി സംഭവിച്ചിട്ടുള്ള നാറിയവൻ ആയിട്ടുള്ള ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തലിനെ താങ്കൾ എന്തിനാണ് പ്രതിരോധിക്കുന്നത്? താങ്കൾ കോൺഗ്രസ് പാർട്ടിയെ പ്രതിരോധിക്കും, എനിക്ക് വിഷമമില്ല. പക്ഷെ താങ്കളിപ്പോ ഈ പറയുന്ന അടിസ്ഥാനരഹിതമായിട്ടുള്ള 2-3 കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പൊ ബ്രിജ്ഭൂഷണെ തന്നെ നമുക്ക് എടുക്കാം ഒരു ഉദാഹരണമായി. ബ്രിജ്ഭൂഷണ് ആ നിലപാട് ഞങ്ങൾ കൊണ്ടുവന്ന് ഈ പറയുന്ന അസോസിയേഷൻ്റെ നേതാവാക്കിയതല്ല. അദ്ദേഹം മറ്റു പാർട്ടികളിൽ നിന്ന് BJP-യിലേക്ക് വന്നതാണ്. അദ്ദേഹം വരുമ്പോൾ ഈ അസോസിയേഷൻ്റെ പ്രസിഡന്റായിട്ടാണ് വരുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കൂ, ബ്രിജ്ഭൂഷൺ ഈ ആരോപണം ഉയർന്നതിന് ശേഷം അദ്ദേഹം വളരെ സ്വാധീനമുള്ളയാളാണ്. വളരെ UP-യിൽ പല സ്ഥലങ്ങളിലും ഞങ്ങളെ പരാജയപ്പെടുത്താൻ കെൽപ്പുള്ളയാളാണ്. എന്നിട്ട് പോലും അയാളെ മാറ്റി നിർത്തിക്കൊണ്ട് അയാളെ അധികാര സ്ഥാനത്തിൻ്റെ പുറത്ത് നിർത്താനുള്ള ചങ്കൂറ്റം ഈ പാർട്ടി കാണിച്ചു. അങ്ങനെ ഒരു ചങ്കൂറ്റം നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമോ? അങ്ങനെ കാണിക്കാൻ പോയിട്ട് ഈ പറയുന്ന അങ്ങനെ അയാളുടെ MLA സ്ഥാനം രാജിവെപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? അയാൾ MLA സ്ഥാനം ഒന്ന് രാജിവെപ്പിക്കാൻ നിങ്ങളുടെ നേതാവ് VD സതീശന് നിങ്ങളുടെ പാർട്ടിയും പറഞ്ഞിട്ട് ഓഫീസിൽ കയറരുത്, ഈ പറയുന്ന നിയമസഭയിൽ വരരുതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു പുല്ലിന്റെ വില പോലും തരാതെ കയറി വന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിനെയാണോ നിങ്ങൾ ന്യായീകരിക്കാൻ ഇറങ്ങുന്നത്? എന്നിട്ട് അതിന് ഒത്താശ കൂടെ പോയ അവൻ പറയുന്ന എന്ത് പണിക്കും കൂടെ പോകുന്ന ഈ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റിന് നിങ്ങൾ ഈ നിയമത്ത് സീറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളെയൊക്കെ നിങ്ങൾ പറഞ്ഞില്ല, ഗർഭചിത്രത്തിന് നേതൃത്വം കൊടുത്ത ചില ആളുകൾക്ക് നിങ്ങൾ സീറ്റ് കൊടുത്തിട്ടുണ്ടെന്നേ. നിങ്ങൾ മറുപടി എന്നോട്. ഞാൻ ഇതൊന്നും പറയണ്ടെന്ന് വിചാരിച്ച് മര്യാദയ്ക്ക് ഇരുന്നതാ. ഇതൊന്നും പറയണ്ടെന്ന് വിചാരിച്ച് മര്യാദയ്ക്ക് ഇരുന്നതാ. അപ്പോ ഞങ്ങളുടെ വായ്ക്കകത്ത് കമ്പിട്ട് ഇളക്കാൻ നോക്കരുത്. ഞാൻ റെജിയോടൊരു കാര്യം, താങ്കളോട് വളരെ ബഹുമാനത്തോടു കൂടി ഒരു കാര്യം പറയാം. ആ പെൺകുട്ടി അനുഭവിച്ച മാനസിക വേദനയ്ക്ക് അപ്പുറത്ത്, ആ പെൺകുട്ടിയെ പിച്ച് ചീന്തിയതിനപ്പുറത്ത്, അതിനേക്കാൾ വലുതൊന്നുമല്ല കോൺഗ്രസിന് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള എന്ത് തരത്തിലുള്ള അപമാനക്കേടാണെങ്കിലും അതിനേക്കാൾ വലുതൊന്നുമല്ല രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊന്നും. അത് മനസ്സിലാക്കാനുള്ള ഒരു പക്വത താങ്കൾക്കുണ്ട് എന്നാണ് വളരെ വിനയത്തോടു കൂടി ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ താങ്കൾ ഇത്തരത്തിൽ ആ കള്ളത്തരം നിരത്തി താങ്കൾ ഇത്തരത്തിൽ കള്ളത്തരം നിരത്തി താങ്കൾ യാഥാർത്ഥ്യം പറഞ്ഞോ കേട്ടോണ്ടിരിക്കാം. പക്ഷെ താങ്കൾ കള്ളത്തരം നിർത്തി ഇത്തരത്തിൽ നാറിയവനെ ചുമക്കാനുള്ള സാഹസത്തിന് ഇറങ്ങി പുറപ്പെടരുത് എന്ന് എനിക്ക് വളരെ വിനയത്തോടു കൂടി ഒരു ജ്യേഷ്ഠ സഹോദരനായി കണ്ടുകൊണ്ട് തന്നെ ഞാൻ പറയുക. ഓക്കെ, റെജി മറുപടി. ശ്രീ നന്ദു, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുടക്കഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് അയാളെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അയാളെ ഒഴിവാക്കി. ആ 3 തരത്തിലുള്ള നടപടികൾ നിങ്ങൾക്ക് വേണ്ടാത്തൊരു എടുക്കാച്ചരക്കിനെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടാത്ത ഒരു എടുക്കാച്ചരക്കിനെ എന്തിനാ പാവപ്പെട്ട പാലക്കാട്ട് ജനങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കുന്നത്? നിങ്ങളല്ലേ MLA ആക്കിയത്? നിങ്ങളുടെ പാർട്ടി ടിക്കറ്റിലല്ലേ മത്സരിച്ചത്? നിങ്ങളുടെ കൈപ്പത്തി ചിഹ്നത്തിലല്ലേ മത്സരിച്ചത്? ആ കൈപ്പത്തി ചിഹ്നം പിടിച്ചു വാങ്ങി കരണക്കുറ്റിക്ക് അടിച്ച് പുറത്താക്കാനുള്ള തന്റെ ഇടം കാണിക്കണം കോൺഗ്രസ്. അതിനുള്ള ധൈര്യമുണ്ടോ? എന്നിട്ട് പറ സ്ത്രീപക്ഷ നിലപാട് ഞങ്ങൾ കേൾക്കാം. എന്നിട്ട് നിങ്ങൾ പറ നിങ്ങൾ ഈ നാട്ടിലെ സ്ത്രീകളുടെ മുഴുവൻ അട്ടിപ്പേർ അവകാശം എടുത്തിരിക്കുന്ന പാർട്ടിയാണെന്ന് പറ, ഞങ്ങൾ കേൾക്കാം. അല്ലാതെ ഇതേപോലൊരു ശ്രീലമ്മണനെ, ഇതേപോലൊരു പെണ്ണുപിടിയനെ, ഒരു കാട്ടുകോഴിയെ കൊണ്ടുവന്ന് പാലക്കാട് സാധാരണക്കാരുടെ തലയ്ക്ക് വീതം വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ ഈ ചാരിത്ര പ്രസംഗം നടത്തരുത്. ദയവ് ചെയ്ത് കോൺഗ്രസിന്റെ പ്രതിനിധി ഈ ചാരിത്ര പ്രസംഗം നടത്തരുത്. ഇനി റെജി ഒന്ന് മറുപടി പറയട്ടെ. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു അനുഭാവിയും സഹയാത്രികനുമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് അതിന്റെ നേതൃത്വം ഈ കേരളീയ സമൂഹത്തോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ ഒരു തർക്കവുമില്ല. ഈ രാജ്യത്തെ ഒരു സ്ത്രീയും പീഡിപ്പിക്കപ്പെടരുത്, അവരോടൊപ്പമാണ് കോൺഗ്രസ് പ്രസ്ഥാനം. അത് ഇന്ന് മാത്രമല്ല എക്കാലത്തും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയിലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും അത്തരത്തിൽ ആർജവത്തോടെ പ്രഖ്യാപിച്ചിട്ടില്ല. ചില പുഴുക്കുത്തുകൾ ചില കാലഘട്ടങ്ങളിൽ ഉണ്ടാകും, അവരെ അപ്പാടെ പാർട്ടി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇത് സുവ്യക്തമായ നിലപാടാണ്. അതിൽ ഒരു തർക്കവുമില്ല. ഇത് നോക്കൂ, താങ്കൾ ഉദ്ദേശിച്ചത് ആരെയാണെന്ന് അറിയില്ല എങ്കിൽ സന്ദീപ് വാര്യരെ തള്ളിക്കളയുമോ? സന്ദീപ് വാര്യർക്കെതിരെയുള്ള കേസ് എന്താണെന്ന് എനിക്കറിയില്ല. നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള വിരോധം വെച്ച് പൊളിറ്റിക്കൽ പാർട്ടികൾ അവരുടെ നിങ്ങൾ പറഞ്ഞല്ലോ വലിയ കോൺഗ്രസ് കോൺഗ്രസിന്റെ താങ്കൾ സണ്ണി ജോസഫിനെ വലിയ വലിയ ആൾക്കാരെയൊക്കെ പറഞ്ഞല്ലോ. 2 പേര് നിങ്ങളുടെ UDF-ന്റെ ചെയർമാൻ, ഈ പറയുന്ന ആറ്റിങ്ങലിലെ MP,
അദ്ദേഹത്തിന് നിങ്ങൾ തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ? അടൂർ പ്രകാശ്. ഉണ്ടോ? അടൂർ പ്രകാശിനെ തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ? ആ പെൺകുട്ടി കളിക്കുന്നത് രാഷ്ട്രീയ കളിയാണെന്ന് പറഞ്ഞ അടൂർ പ്രകാശിനെ തള്ളിപ്പറയാനുണ്ട്. നിങ്ങളെന്താ കോൺഗ്രസിന്റെ സുവ്യക്തമായ നിലപാട്? എന്താ കോൺഗ്രസിന്റെ സുവ്യക്തമായ നിലപാട്? നിങ്ങൾ ഈ പറയുന്ന മുൻ KPCC പ്രസിഡന്റ്, നിങ്ങൾ അല്ലല്ല, നിങ്ങൾ ഈ കള്ളം പറഞ്ഞു പോവല്ലേ? ഈ അല്ലല്ല, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട്, അല്ലല്ല ശ്രീരജി, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ഇത്തരത്തിൽ കള്ളം പറഞ്ഞു പോകരുത്. നിങ്ങളുടെ KPCCയുടെ മുൻ പ്രസിഡന്റ്, നിങ്ങളുടെ KPCCയുടെ മുൻ പ്രസിഡന്റ് ഇന്ന് കണ്ണൂർ MP ആയിട്ടുള്ള ഈ പറയുന്ന സുധാകരൻ അയാളെ സംരക്ഷിക്കുന്ന നിലപാടല്ലേ സ്വീകരിക്കുന്നത്? ഞാൻ ചോദിക്കുന്നു, ഞാൻ എന്ത് കള്ളമാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ഈ പറയുന്നയാളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചില്ല, അങ്ങനെയല്ലേ പറഞ്ഞത്? ആണോ അല്ലയോ? അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ മുൻ KPCC പ്രസിഡന്റ് കോൺഗ്രസ് പാർട്ടിയുടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചിട്ടുള്ള ഈ പറയുന്ന K. സുധാകരൻ എന്ന് പറയുന്നയാള്, അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ KPCC പ്രസിഡന്റ് ആയിരുന്നല്ലോ അല്ലേ? അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിലാണല്ലോ അല്ലേ? അദ്ദേഹം പറഞ്ഞല്ലോ, ഓന്റെ കൂടെ ഞാൻ പോയി ഇരിക്കും, പ്രശ്നമുള്ളവരൊക്കെ പ്രശ്നം പറഞ്ഞിട്ട് വാ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്ത് നടപടിയാണ് സ്വീകരിച്ചത് കോൺഗ്രസ് പാർട്ടി? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അടൂർ പ്രകാശ് കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസിന്റെ പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച ആളാണല്ലോ, കോൺഗ്രസിന്റെ MP ആണല്ലോ, UDFന്റെ സംസ്ഥാന കൺവീനർ ആണല്ലോ. അയാൾ പറഞ്ഞു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പെൺകുട്ടി പെരുമാറുന്നതെന്ന്. എന്ത് നടപടിയാണ് സ്വീകരിച്ചത് കോൺഗ്രസ്? ഒന്ന് പറഞ്ഞേ. പിന്നെ ഞാൻ പറയട്ടെ, പറയൂ. ആ രണ്ടു പേരും അത് പറഞ്ഞ സമയം എന്ന് പറയുന്നത്, ആ സമയത്ത് ഈ പെൺകുട്ടി, ഈ അതിജീവിത ഒരു പരാതി പോലീസിൽ രജിസ്റ്റർ ചെയ്തിരുന്നില്ല. FIR ഇട്ടതിന് ശേഷം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി FIR ഇട്ടതിന് ശേഷമാണ് ഈ നേതാക്കളുടെ പ്രതികരണം എല്ലാം തേടുന്നത്. അതിനുശേഷം K. സുധാകരൻ, ബഹുമാനായ KPCCയുടെ മുൻ പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ MP സുവ്യക്തമായി കേരളീയ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടം ചെയ്തത് തെറ്റാണ്. തെറ്റാണ്. ഞാൻ അക്കാര്യം അടൂർ പ്രകാശ് UDFന്റെ കൺവീനർ പറഞ്ഞത്, ഈ ഘട്ടത്തിൽ ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി പ്രയോഗിക്കുന്നു. ഒരു രാഷ്ട്രീയ ആയുധമാക്കി എനിക്ക് താങ്കളോട് വളരെ ബഹുമാനമുള്ള ആളാ, പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, താങ്കൾ ഇത് പറയും, ഇതൊക്കെ കേരളീയ സമൂഹം കേൾക്കുന്നുണ്ട് എന്ന ബോധ്യത്തിൽ വേണം പറയാൻ. അത് പറയുമ്പോൾ താങ്കൾ മനസ്സിലാക്കണം, ഒരു പെൺകുട്ടി അനുഭവിച്ച മാനസിക വ്യഥ, അവൾ അനുഭവിച്ച ശാരീരിക പീഡനങ്ങൾ, അവൾ ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയുടെ വെട്ടിക്കിളിക്കൂട്ടത്തിന്റെ ആ പറയുന്ന ഒറ്റതിരിഞ്ഞുള്ള ആക്രമണം, ഇതിനേക്കാളൊന്നും വലുതല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനേക്കാളൊന്നും വലുതല്ല. ഒരു പെൺകുട്ടി അവളുടെ മാനസികവും ശാരീരികവുമായി അവൾ അനുഭവിച്ചതിനേക്കാൾ വലുതൊന്നുമല്ല കോൺഗ്രസ് പാർട്ടിക്ക് നഷ്ടപ്പെട്ടത്, നഷ്ടപ്പെടാൻ പോകുന്നത്.